എഴുതിയില്ലേ? 1, 2, 3 ഏതൊക്കെ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞ് മെറ്റീരിയൽ പഠിച്ചു, നമ്പർ 1, 2 ലേബർ പഠിച്ചു, നമ്പർ 3 വാരിയബിൾ ഓവർഹെഡ് പഠിച്ചു, നമ്പർ 4 ഫിക്സഡ് ഓവർഹെഡ് പഠിച്ചു. ഇനിയിപ്പോൾ ഏതാ പഠിക്കാൻ പോകുന്നത്? 5th വൺ സെയിൽസ് വാരിയൻസ്. ഓക്കെ അല്ലേ? എഴുതിയില്ലേ? കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതണം. ദർ ആർ, എഴുതിക്കോ, ഒരുമിച്ച് എഴുതി പോവാം. ദർ ആർ ടു അപ്രോച്ച് to find out സെയിൽസ് വാരിയൻസ്. ശ്രദ്ധിച്ചിരിക്കുക, കുറച്ച് നേരം നമ്മൾ വേറെ ടോക്കൊന്നും ഉണ്ടാവില്ല. പറയട്ടെ. നമ്പർ 1 2 അപ്രോച്ചാണുള്ളത്. ഒന്ന് ടോട്ടൽ അപ്രോച്ച്. നമ്പർ 2 മാർജിൻ അപ്രോച്ച്. മാർജിൻ അല്ലെങ്കിൽ മറ്റൊരു പേര് പ്രോഫിറ്റ്. മാർജിൻ എന്ന് ഉദ്ദേശിച്ചാൽ മനസ്സിലായില്ലേ? എന്താ? പ്രോഫിറ്റ് അപ്രോച്ച്. ഈ മാർജിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് അപ്രോച്ചിനെ ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് AB. അതിൽ 2 ഉണ്ട്. ഒന്ന് മാർജിനൽ കോസ്റ്റിങ്ങും, 2 ഏതാവും? സ്വാഭാവികമായിട്ടും മാർജിനൽ അല്ലാത്ത മറ്റേതാണ്? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വരച്ചില്ലേ? അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ബാക്കിൽ കുറച്ചുകൂടെ ഉണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഇവിടെ 2 വില്ലന്മാരുണ്ട്. ഇവിടുത്തെ വില്ലൻ വാരിയബിളും പിന്നെ ഏതാണ്? ഫിക്സഡും. ഓക്കെ അല്ലേ? വില്ലൻ എന്താ ഇംഗ്ലീഷിൽ പറയാം? വില്ലൻ തന്നെ നായകൻ. അതിൻ്റെ ഓപ്പോസിറ്റ് ഹീറോ. അപ്പോൾ ഹീറോയിൻ. വില്ലൻ എന്താ പറയാ? ഒന്ന് ഈ പറയും. വില്ലൻ തന്നെ എന്ന് എഴുതിക്കോ. There are 2 villain. There are 2 villain. സ്പെല്ലിംഗ് തന്നെ അല്ലേ? ഇനി എവിടെ ഐ ഇടണ്ടി? ഒരയ്യും കൂടി. വില്ലൻ. ഓക്കെ. വില്ലൻ in this chapter. Number 1 fixed overhead volume variance. Number 2 sales volume variance. ഓക്കെ, ജസ്റ്റ് അവിടെ നിൽക്കട്ടെ, നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ മനസ്സിലാക്കി തരാം. അതൊരു ബോക്സിലിട്ടാൽ മതി. അപ്പോൾ ഇവിടുത്തെ എന്നല്ല, മൊത്തത്തിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ജസ്റ്റ് എഴുതി വെച്ചെന്നുള്ളൂ. ഓക്കെ, ഇതിലൊരെണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വാരിയൻസ്, പിന്നെ ഏതാ? സെയിൽസ് വോളിയം വാരിയൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഏതാ? ഇനി സ്വാഭാവികമായിട്ടും സെയിൽസ് വോളിയം ഒന്നല്ല, ഏതാ നമ്മളിവിടെ ഉള്ളത്? ടോട്ടൽ അപ്രോച്ച്, പിന്നെ ഏതാ? മാർജിൻ. അപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? സെയിൽസ് വാരിയൻസ് അല്ലേ, അണ്ടർ ഏതാ? ടോട്ടൽ അപ്രോച്ച് കാണാൻ പോകണം. എഴുതിക്കോളൂ. സെയിൽസ് വാരിയൻസ് എന്ന് എഴുതുക. എ അല്ലേ? എ എന്നല്ല, 1 സെയിൽസ് വാരിയൻസ് അണ്ടർ ഏത് അപ്രോച്ചാ? ടോട്ടൽ അപ്രോച്ച്. നമ്മൾ സാധാരണ കാണുന്ന സ്റ്റെപ്പുകളില്ലേ? മെറ്റീരിയലും ലേബറിനൊക്കെ 2 സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ലേ? സ്റ്റെപ്പ് കൊണ്ട് എന്തായിരുന്നു?
കമ്പ്യൂട്ടേഷൻ ടേബിൾ. സ്റ്റെപ്പ് 2 ഏതാ? വാരിയൻസ് കാൽക്കുലേഷൻ. ഇവിടെ അത് തന്നെയാണ്, സെയിം ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എഴുതിക്കോ. സ്റ്റെപ്പ് 1 നമ്മൾ ടോട്ടൽ അപ്രോച്ചാണ് പറയുന്നത് അല്ലേ. സ്റ്റെപ്പ് 1 കമ്പ്യൂട്ടേഷൻ ടേബിൾ. സ്റ്റെപ്പ് 2 ഏതാ? അപ്പുറത്ത് വാരിയൻസ് കാൽക്കുലേഷൻ. 1, 2, 3 ഉള്ളൂ, 4 ഇല്ല. ഇനി വേറെ ഏതെങ്കിലും കേസിൽ 4 വരുമോ? ഏതുള്ളൂ? 1, 2, 3 ഉള്ളൂ. ഓക്കെ, 1 പറയട്ടെ. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ് പ്രൈസ്. അടുത്ത ഏതാവും? സ്വാഭാവികമായിട്ടും ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. കണക്ട് ചെയ്യാൻ പറ്റില്ലേ? അടുത്തത് ഏതായിരിക്കും? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ് പ്രൈസ്. ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്. പണ്ട് നമ്മളിവിടെ ക്വാണ്ടിറ്റി എഴുതുമ്പോൾ എന്തെഴുതിയിരുന്നു? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിക്ക് പകരം ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഉപയോഗിച്ചതാണോ? അല്ല. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡിന് പകരം ഉപയോഗിച്ചതാണോ? അല്ല. ഓക്കെ അല്ലേ? ഏതന്നെയാണ്? പ്ലാൻ ചെയ്ത ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി തന്നെ. ക്ലിയർ? ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്തോ. അതിന് ആവശ്യം നമുക്ക് കോൺസെപ്റ്റ് പറയാം. പഠിച്ചില്ലേ? നമ്പർ 1 ഏതാ? ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ് പ്രൈസ്. നമ്പർ 2 ഏതാ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. പിന്നെ ഏതാ? ആക്ച്വൽ. ഈ ഇവിടെ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓർ ഏതാണ്? ബഡ്ജറ്റഡ് പ്രൈസ് ഓർ ഏതാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഓർ ഏതാണ്? ആക്ച്വൽ പ്രൈസ്. ഇതൊക്കെ എന്തിൻ്റെയാണ്? ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. മറ്റൊടത്ത് എന്താ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞാൽ മെറ്റീരിയൽ എന്താ? റോ മെറ്റീരിയൽ. ഇതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? അവിടുത്തെ കുട്ടികളുടെ ഈ ക്ലാസ്സിൻ്റെ സമയത്താണ്. ഇത്ര സമയം യൂണിഫോം മേടിക്കാൻ അടിക്കുക. ഓക്കെടാ. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓർ ബഡ്ജറ്റഡ് പ്രൈസ് ഓർ ആക്ച്വൽ ക്വാണ്ടിറ്റി ആക്ച്വൽ പ്രൈസ് ഓഫ് ഏതാ? ഫിനിഷ്ഡ് ഗുഡ്സ്. നോട്ട് ദ പോയിന്റ്. ഓക്കെ അല്ലേ? മറ്റേതായിരുന്നു? റോ മെറ്റീരിയൽ. നമ്മൾ വിൽക്കുന്നത് റോ മെറ്റീരിയലാണോ? അല്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലുണ്ടാവട്ടെ. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം എഴുതണ്ടേ? ഇത് ഒരുമിച്ച് എഴുതുന്നില്ലേ? ഇതുവരെ എഴുതിയില്ലേ? എഴുതിക്കോ. ഈ പോയിന്റ് എഴുതിക്കോ. ഹിയർ അങ്ങനെ എഴുതാം. ഹിയർ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി കോമ ഓർന്നുള്ള കോമട്ടാൽ മതി. ബഡ്ജറ്റഡ് പ്രൈസ് കോമ ആക്ച്വൽ ക്വാണ്ടിറ്റി ആക്ച്വൽ പ്രൈസ് ഓഫ് ഏതിൻ്റെ? ഫിനിഷ്ഡ് ഗുഡ്സ്. ഇതിനൊക്കെ ഫുൾ ഫോം എന്ന് എഴുതാം. BQ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി. എഴുതിക്കോ, കൺഫ്യൂഷൻ വരണ്ട. എഴുതിയിട്ടുണ്ടോ? എവിടെയെങ്കിലും എഴുതി. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി എന്നിട്ട് എഴുതാം പ്ലാൻ ടു ബി സോൾഡ്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഫുൾ ഫോം എഴുതാം. പ്ലാൻ ടു ബി സോൾഡ്. ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി AQ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ക്വാണ്ടിറ്റി എഴുതാം. എന്താണ്? ആക്ച്വലി സോൾഡ്. മറ്റേ പ്ലാൻ ചെയ്തതാണ്. ഇതെന്താണ്? ആക്ച്വലി വിറ്റതാണ്. പിന്നെ BP എന്ന് പറഞ്ഞാൽ എന്താ? ബഡ്ജറ്റഡ് സെല്ലിംഗ് പ്രൈസ്. അങ്ങനെ തന്നെ എഴുതിക്കോ, കൺഫ്യൂഷൻ വേണ്ട. റോ മെറ്റീരിയൽ അല്ല, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് തന്നെ സ്പെസിഫിക്കലി എഴുതിക്കോളൂ. ബഡ്ജറ്റഡ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ അല്ലേ? ഓഫ് ഏതാണ്? ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അടുത്തേതാ? ആക്ച്വൽ പ്രൈസ് അഥവാ ആക്ച്വൽ ഏതാ? സെല്ലിംഗ് പ്രൈസ് ഓഫ്
ഫിനിഷ്ഡ് ഗുഡ്സ്. ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇവിടെ ഒരു ഹിൻഡ് തരട്ടെ മാഷ്. ബഡ്ജറ്റ് പ്രൈസ് 100 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ ആക്ച്വലി നമ്മൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 95 രൂപയ്ക്കാണെങ്കിൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വാരിയൻസ്, മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്, ലേബർ ആണെങ്കിൽ ലേബർ റേറ്റ് വാരിയൻസ്, വേരിയബിൾ ഓവർഹെഡ് ആണെങ്കിൽ വേരിയബിൾ ഓവർഹെഡ് ഏതാ? പ്രൈസിന് പകരം എക്സ്പെൻഡിച്ചർ. ഫിക്സഡ് ഓവർഹെഡ് ആണെങ്കിൽ ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ്. അതേപോലെ ഇവിടെ ഏതാ? 5-ാമത്തേൽ സെല്ലിംഗ് പ്രൈസ് വാരിയൻസ്. ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് വാരിയൻസ് ഫേവറബിൾ ആവും അഡ്വേഴ്സ് ആവും. 100 രൂപയ്ക്ക് നിങ്ങൾ സെയിൽസാണ്, സെയിൽസ് കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? ഫേവറബിളാണ്. ഓക്കെ അല്ലേ? ചിന്തിക്കണം, പണ്ടത്തെ മാതിരി ആവരുത്. ഓക്കെ അല്ലേ? 1,00,000 സെയിൽസ് ഉണ്ട്, 1,20,000 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യരുത് നിങ്ങൾ? കോസ്റ്റ് കൂടിയ പോലെ 20,000 അഡ്വേഴ്സാന്ന് പറയരുത്. എന്താണ്? ഫേവറബിളാണ്, സെയിൽസാണ്, ഇൻകമാണ്, കൂടുകയാണ് വേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ബഡ്ജറ്റ് ചെയ്ത് 100 ആക്ച്വലി ചെറുതുമാണെങ്കിൽ നിങ്ങളുടെ സെയിൽസ് പ്രൈസ് വാരിയൻസ് എന്തായിരിക്കും? അഡ്വേഴ്സ് ആയിരിക്കും. നേരെ തിരിച്ചാവാം. 100 രൂപയ്ക്ക് പ്ലാൻ ചെയ്തിട്ട് 102 രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയാൽ നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് വാരിയൻസ് എന്തായിരിക്കും? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ കഴിഞ്ഞില്ലേ? സിമ്പിളാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് ഏതാ? 2. എന്താ? വാരിയൻസ് കാൽക്കുലേഷൻ. എഴുതിക്കോ. ആദ്യം ടോട്ടൽ സെയിൽസ് വാരിയൻസ്. ടോട്ടൽ സെയിൽസ് വാരിയൻസ് 1 - 2. അതിൽ മാറ്റല്ല. ടോട്ടൽ സെയിൽസ് വാരിയൻസ് 1 - 2 ബ്രാഞ്ചഡ് ഇൻറ്റു 2. ബ്രാഞ്ചഡ് ഇൻറ്റു 2. നിങ്ങൾ പറയും സെയിൽസിലെ വേരിയേഷൻ വരാനുള്ള കാരണങ്ങൾ എന്താ? സെല്ലിംഗ് പ്രൈസിലുള്ള വ്യത്യാസം ഉണ്ടാവും അല്ലേ? പിന്നെ ഏതിലും വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ പ്ലാൻ ചെയ്ത യൂണിറ്റ് 1,00,000 കാറ് വിൽക്കണം എന്നാണ്, പക്ഷെ എത്ര കാറ് വിറ്റുള്ളൂ? 70,000. അപ്പോൾ യൂണിറ്റും വ്യത്യാസം ഉണ്ടാക്കില്ലേ? പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണോ കമ്പയർ ചെയ്യുക? ഇല്ല. പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? 70,000 കാറ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്താൽ ആ 70,000 വേണ്ടി വരുന്ന റോ മെറ്റീരിയൽ ആക്ച്വലാണ് എടുക്കുക അല്ലേ? അതോ സ്റ്റാൻഡേർഡ് റോ മെറ്റീരിയൽ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഇവിടെ അങ്ങനെയല്ല. അതാണ് ഇവിടെ എന്ത് ചെയ്തുള്ളത്? ഫസ്റ്റിൽ തന്നെ എന്ത് തന്ന്? ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി തന്നു. ഓക്കെ അല്ലേ? ബഡ്ജറ്റ് ചെയ്ത ക്വാണ്ടിറ്റി ആക്ച്വൽ ക്വാണ്ടിറ്റിയും കമ്പയർ ചെയ്താലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോഫിറ്റ് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രോഫിറ്റ് ഓൾറെഡി ബഡ്ജറ്റിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ആ ബഡ്ജറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചല്ലേ? ഇല്ലേ? മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഓർമ്മണ്ട? സെയിൽസും മറ്റ് എക്സ്പെൻസുകളൊക്കെ. അപ്പോൾ ഓരോ സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ബിഗിനിങ് ഓഫ് ദ പീരീഡ് ആണെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ബിഗിനിങ്ങിൽ എന്ത് പ്രിപ്പയർ ചെയ്യും? സെയിൽസ് ബഡ്ജറ്റ് പോലെ എല്ലാ ബഡ്ജറ്റും പ്രിപ്പയർ ചെയ്യും. പിന്നെ മെറ്റീരിയൽ, ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ്, പിന്നെന്താ ലേബറിൻ്റെ ബഡ്ജറ്റ്, പിന്നെ മറ്റ് ഫാക്ടറി ഓവർഹെഡിൻ്റെ, സെല്ലിംഗ് ഓവർഹെഡിൻ്റെ, അതേപോലെ തന്നെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ശ്രദ്ധിക്കൂ, ഇതിൻ്റെ ഒക്കെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളൊരു ബഡ്ജറ്റഡ് പ്രോഫിറ്റ് സെറ്റ് ചെയ്യൂലേ? 2 lakh. ക്ലിയർ? ഒരു എക്സാമ്പിളാണ്. എന്നിട്ട് ഇവിടെ ആക്ച്വൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വരില്ലേ ഇവിടെ? ഓക്കെ, ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. അപ്പോൾ ഈ പ്രോഫിറ്റാണ് ഏത്? ആ പ്രോഫിറ്റ്. അപ്പോൾ 2 lakh നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്ത് പ്രതീക്ഷിച്ചത്. പക്ഷെ എത്ര വന്നുള്ളൂ? 1,50,000 വന്നുള്ളൂ. അപ്പോൾ 50,000 പ്രോഫിറ്റിൽ കുറവ് വന്നിട്ടില്ലേ? ഇത് അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? അഡ്വേഴ്സ് ആണ്. ഈ അഡ്വേഴ്സിൻ്റെ കാരണക്കാരൻ 2 പേരാണ്. ഒന്നേതാ? സെയിൽസ്, മറ്റേതേതാ? കോസ്റ്റ്. ഈ കോസ്റ്റിൻ്റെ കാരണക്കാർ ആരൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, പിന്നെ അടുത്തേതാ? ഡയറക്റ്റ് ലേബർ ഉണ്ട്, പിന്നെ ഏതുണ്ട്? ഓവർ ഹെഡ് ഉണ്ട്. ആ ഓവർ ഹെഡിൽ 2 പേരുണ്ട്. ഏതാ? വേരിയബിൾ ഓവർ ഹെഡും ഉണ്ട്, പിന്നെ ഏതാണ്? ഫിക്സഡ് ഓവർ ഹെഡും ഉണ്ട്. പുരിഞ്ഞതാ? അപ്പോൾ നമ്മൾ ഇത് പഠിച്ചു, ഇത് പഠിച്ചു. സെയിൽസ് ഇപ്പോൾ പഠിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ഇനി അടുത്ത് ചെയ്യേണ്ടാവുക? ഈ പ്രോഫിറ്റും കൂടെ റീകൺസിൽ ചെയ്യാനും കൂടെ ഉണ്ട്. ഓക്കെ അല്ലേ? റീകൺസിലിയേഷൻ സിമ്പിളാണ്. ഓക്കെ അല്ലേ? റീകൺസിലിയേഷൻ ക്ലിയർ അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ടഫാണ്, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, ഭയങ്കര ഹെവിയാണ്. ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ മതിയാ? ആ
അതിന് മാത്രം ഇതൊക്കെ എന്താ കോമൺ സെൻസ് അല്ലേ. പിന്നെ നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്താണ് ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഓക്കെ അല്ലേ? പോസിറ്റീവായിട്ട് എടുത്തോ. നിങ്ങൾ പരാതി പറയുന്നതിൻ്റെ 10ൽ 1 സമയം, ഞാൻ വെറുതെ പറയുന്ന ഡയലോഗല്ല കേട്ടോ. ഓക്കെ അല്ലേ? പരാതി ഒന്നും പറയാണ്ട് ആ വെറുതെ ഇതാക്കിയിട്ട് ആ കുട്ടി പറഞ്ഞു ഇങ്ങനെ, ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും കോഴ്സിനെ കുറിച്ച്. CM അതാണ് ഇതാണ്, അങ്ങനെ നോക്കി കിട്ടിയില്ല, ഇങ്ങനെ നോക്കി കിട്ടിയില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയട്ടെ, നന്നായി വർക്ക് ചെയ്ത ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്ന പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ബ്രൈറ്റ് ആയിട്ട് ക്ലാസ്സിൽ നന്നായി വരുന്ന, കൃത്യമായി നോട്ടൊക്കെ എഴുതുന്ന കുട്ടി എന്ന് മാത്രം അർത്ഥമല്ല ഇതിന്. ഇനി ഇത് കഴിഞ്ഞിട്ട് 2 മാസം ഉണ്ട്, അവിടെ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ മുകളിലിരിക്കും നിങ്ങളുടെ വിജയം. അല്ലാതെ പണ്ട് എന്ത് ചെയ്യും, ഇപ്പോൾ ഞാൻ പണ്ട് ഒരു സിദ്റത്തുൽ മുൻതഹ ഒരു കുട്ടീനെ പഠിപ്പിച്ചിരുന്നു. അവളുടെ ഉമ്മ പറയും ഭയങ്കര ബ്രൈറ്റാണ്, ഫുൾ A+ കിട്ടിയതാണ്. പരിസരത്തെ ഗവൺമെൻറ് സ്കൂൾ, നല്ല അത്യാവശ്യം നല്ലൊരു ഗവൺമെൻറ് സ്കൂളാണ്, അവിടെ എല്ലാവരും ചേരണമെന്ന് ആഗ്രഹിക്കും. ആ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഈ കുട്ടി പലപ്പോഴും ഇവരെ ആറ്റിറ്റ്യൂഡ് കണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു ഈ കുട്ടിക്ക് എങ്ങനെ ഇത്രയധികം മാർക്ക് കിട്ടി. ക്ലാസ്സൊക്കെ നല്ല ബ്രൈറ്റാണ്, നല്ല പെട്ടെന്ന് പ്രോളൊക്കെ ചെയ്യും. പക്ഷേ വീട്ടിലേക്ക് വർക്ക് തന്നാൽ എന്ത് ചെയ്യില്ല. പിന്നെ നേരം വൈകി വരിക, മെയിനാളാണ് നേരം വൈകി വരിക. എല്ലാ ദിവസമല്ലേ, എത്ര പറഞ്ഞാലും എന്ത് ചെയ്യുക, കറക്റ്റ് എത്തൂല. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ, എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത്, അപ്പോൾ ഉള്ളതാ. പിന്നെ നിവൃത്തിയൊന്നുമില്ലല്ലോ, ഇവിടെയൊക്കെയാണ് എടുത്തിട്ട് ഇതിടും പറയാം. ഇപ്പോഴൊക്കെ ആണെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും വരികയാണെങ്കിൽ വേണ്ട കയറണ്ട പറയും പറയാം, അത്രേ ഉള്ളൂ. അന്ന് പിന്നെ നമുക്ക് നിവൃത്തിയൊന്നും ഒരു അഡ്മിഷൻ പോകല്ലേ. അപ്പം നല്ല ഇതാക്കി പിടിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, കയറ്റും. എന്താ ഇപ്പം ചെയ്യാം. ഇവളുടെ ധാരണ എന്താ വെച്ചാൽ എന്തുപോലെയാണെന്നാ, +2 ഇവള് ക്ലാസ്സിൽ കേൾക്കുള്ളൂ, വീട്ടിൽ ഇരുന്ന് ബുക്ക് തുറക്കില്ല അമ്മ പറഞ്ഞ. ഓക്കെ അല്ലേ? ആ പരിപാടിയൊന്നും എവിടെ നടക്കൂല, ഇവിടെ നടക്കൂല. ഓക്കെ അല്ലേ? കാരണം നിങ്ങളുടെ നോർമൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടാകുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ഇല്ലേ, അവർക്ക് വേണ്ട ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ഇതിലെ കണ്ടൻറ്റുകൾ ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും വോളിയുണ്ട്. ഒക്കെ പലതും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞേക്കാൻ നല്ല വോളിയം കൂടുതലാണ്. വോളിയം കൂടുമ്പോൾ പിന്നെ അത്രമേ, ഇപ്പോൾ ക്ലാസ്സിലിരുന്ന് ഈ പ്രോബ്ലം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഹോംവർക്കുകളും മറ്റൊക്കെ എന്ത് ചെയ്യണ്ടേ, കൃത്യമായി ചെയ്യണ്ടേ, വീട്ടിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു. കുട്ടി എവിടെ എത്തിയില്ല. ഓക്കെ അല്ലേ? കുട്ടി എത്തി, കുട്ടിക്കൊരു കുട്ടിയൊക്കെ ആയി. ഓക്കെ, ക്ലാസ്സിൽ നിന്ന് ഒരുത്തന്നെ എന്തായി, ലവ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്തു, അവരുടെ ജീവിതം അങ്ങനെ പോയി. ഓക്കെ അല്ലേ? അവരുടെ ജീവിതം നല്ല രീതിയിലൊക്കെ തന്നെ ആവും. ഓക്കെ, കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ പോയിരുന്നു കല്യാണത്തിന്. പിന്നെ പക്ഷേ ഇതാണ് പ്രശ്നം, ഈ ലവ് ഇതിൻ്റെ ഇടയിൽ കയറിയാലേ കയ്യിൽ നിന്ന് പോകും പറയാം. ഓക്കെ അല്ലേ? മനസ്സിലാവണ്ട? അപ്പം ലവും തേണ മൂടൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീരുമാനമാവും. പിന്നെ നിങ്ങളെ എഫക്റ്റ് ചെയ്യാതിരിക്കണം, അതിന് മാത്രമൊന്നും കഴിവ് പ്രയാസമാണ്. അതിൽ ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഇതുണ്ട്. പെൺകുട്ടികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല തരാം. എന്നെ പറഞ്ഞേട്ടാ ഇവിടെ തൊട്ടാ, എനിക്കറിയില്ല, ഞാൻ ശാസ്ത്രീയമായിട്ടൊന്നും റിസർച്ച് നടത്തിയിട്ടില്ല. ആൺകുട്ടികൾക്ക് കുഴപ്പമില്ല തരാം, അവർക്കൊരു മൾട്ടി ടാലൻ്റ് ഉണ്ട്, വലിയ ലവ് ഉണ്ടെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകത്തരേ. പക്ഷെ പെൺകുട്ടികൾ ഭയങ്കര എന്താ പോകത്തരേ, ഡിസ്റ്റർബ്ഡ് ആവത്തരേ, പഠനത്തിന് മറ്റൊക്കെ ഉണ്ടോ. അങ്ങനെ അങ്ങനെയാണോ? അല്ല എനിക്കറിയില്ല, അങ്ങനെയാണോ? ഹർഷക്ക് അങ്ങനെയാണെന്നല്ല, ഹർഷയുടെ ഒബ്സർവേഷൻ എന്താ, മേ ബി ആവേ ആണല്ലേ. പന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലേ? ഇല്ല, അൽഹംദുലില്ലാ ഖൈർ, അത്രേ ഉള്ളൂ. കുട്ടി മുന്നേ ഉണ്ടായിരുന്നു എന്നാണ്. യെസ് ഇപ്പം ഉണ്ടാവില്ല. കാരണം CMA പഠിക്കുന്ന കുട്ടികൾക്ക് എന്നെ നമ്മുടെ പ്രണയം ആരോടാണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനോട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിനോട്, ഇൻകം ടാക്സിനോട്, IDT അല്ലേ, ലോയോട്, ഓഡിറ്റിങ്ങിനോട്, ആരോട്? കമ്പനി അക്കൗണ്ട്സിനോട്. ഇതൊക്കെയാണ് നമ്മുടെ പ്രണയം. OPMനോട് ഒക്കെ പ്രണയം. യെസ്, ഇതൊക്കെ കുറേ പ്രണയന്മാരൊക്കെ ഉണ്ട്. പ്രണയിനി, മറ്റേ ചെക്കൻ എന്താ പറയുക, കാമുകൻ യാ, അത് കാമുകി. ഓക്കെ അല്ലേ? തിരിച്ചു വരാം. അപ്പോൾ ടോട്ടൽ സെയിൽസ് വാരിയൻസ് 1 - 2. ഈ സെയിൽസ് വാരിയൻസ് ഉണ്ടാക്കാനുള്ള 2 കാരണങ്ങൾ എന്താണ്? പ്രൈസിലെ വ്യത്യാസവും പിന്നെ നമ്പർ ഓഫ് യൂണിറ്റിലെ വ്യത്യാസം. ഈ നമ്പർ ഓഫ് യൂണിറ്റിലെ വ്യത്യാസമാണ് നമ്മൾ എന്ത് പറയുക, വോളിയത്തിലെ വ്യത്യാസം. അപ്പോൾ എഴുതിക്കോളൂ, താഴെ എഴുതാം. സെല്ലിംഗ് പ്രൈസ് വാരിയൻസ് ഏതായിരിക്കും? നമ്മൾ നേരത്തെ കണ്ട പോലെ 3 - 2 തന്നെ. അടുത്ത് സെയിൽസ് വോളിയം വാരിയൻസ്.
1 മൈനസ് 3. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് എഴുതി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് വല്ല ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? നമുക്കറിയാലോ സെയിൽസ് മിക്സും വരും, പിന്നെ ഏതും വരും, സെയിൽസിൻ്റെ ക്വാണ്ടിറ്റി വേരിയൻസും വരും. സെയിൽസ് മിക്സും സെയിൽസ് ക്വാണ്ടിറ്റിയും. ഓക്കെ അല്ലേ? ജസ്റ്റ് എഴുതി ഇട്ടാൽ മതി. നമുക്ക് പിന്നീട് വരുന്നുണ്ടെങ്കിൽ മാത്രം ഡിസ്കസ് ചെയ്യാം. നോട്ട് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്. സെയിൽസ് മിക്സും സെയിൽസ് ക്വാണ്ടിറ്റിയും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഏത് കഴിഞ്ഞു? വാരിയൻസ് കാൽക്കുലേഷൻ അണ്ടർ ഏതാണ്? ടോട്ടൽ അപ്രോച്ച്. ഓക്കെ, ഒന്ന് പഠിച്ചു നോക്ക്, എന്നിട്ട് നമുക്ക് അടുത്തെടുക്കാം. ഒന്ന് പഠിക്കല്ലേ. നമ്പർ 2 എന്താണ്? സെയിൽസ് വാരിയൻസ് അണ്ടർ ഏത് അപ്രോച്ചാ? മാർജിൻ ഓർ പ്രോഫിറ്റ് അപ്രോച്ച് അല്ലേ? ഹിയർ മാർജിൻ മീൻസ് എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലേ? നോട്ടിൽ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലാവുമല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ എന്തുണ്ട്? മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? പക്ഷെ 2 മെത്തേഡിലും സ്റ്റെപ്പ് 1 എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ എഴുതാം സ്റ്റെപ്പ് 1. ഇവിടെ പ്രത്യേകിച്ച് മെത്തേഡ് എഴുതണ്ട, സ്റ്റെപ്പ് 1 എഴുതിയാൽ മതി. സ്റ്റെപ്പ് 1 ഏതാ? കമ്പ്യൂട്ടേഷൻ ടേബിൾ അല്ല, അതിന് മുൻപേ വേറെ ഒന്നുണ്ട്. ഓക്കെ അല്ലേ? റേറ്റ് കണ്ണ് എഴുതിക്കോ. സ്റ്റെപ്പ് 1 കാൽക്കുലേഷൻ ഓഫ് മാർജിൻ പ്രോഫിറ്റ് മാർജിൻ. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് ആ 2 മെത്തേഡിൻ്റെ ഇവിടെ തന്നെ എഴുതാം. ക്ലിയർ അല്ലേ? ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതണ്ട. മാർജിൻ ഒന്ന് ഏതാണ്? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എഴുതി പൊക്കോട്ടാ, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അടുത്തേതാ? മാർജിനൽ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങും. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലെ മാർജിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ്, ബഡ്ജറ്റഡ് മാർജിൻ ഈസ് ഈക്വൽ ടു ബഡ്ജറ്റഡ് പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഫുൾ ഫോമാണ് ഇത്. പറയാം ബഡ്ജറ്റഡ് മാർജിൻ. ഷോർട്ടാക്കിയിട്ട് എഴുതുക, ബോർഡിൽ നോക്ക് BM എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ബഡ്ജറ്റഡ് മാർജിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ്. അപ്പോൾ എന്ത് കിട്ടണം? ബഡ്ജറ്റഡ് പ്രൈസിൽ നിന്നും സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ അടിയിൽ തന്നെ വേറെ സാധനമുണ്ട്, ആക്ച്വൽ മാർജിനും കൂടെ കാണണം. ആക്ച്വൽ മാർജിൻ മറ്റേത് കാണേണ്ട? ബഡ്ജറ്റ് ചെയ്ത മാർജിൻ പ്രോഫിറ്റ്. ഇനി ആക്ച്വൽ മാർജിൻ, അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ആക്ച്വൽ പ്രൈസ് മൈനസ്, ശ്രദ്ധിക്കണം, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് SC തന്നെയാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ 2ലും സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ്. കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും, പറയാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ എന്താണ് എന്ത് കാണാനുള്ള? അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ എന്ത് കാണാനുള്ള? മാർജിൻ കാണാനുള്ള. മാർജിൻ പറഞ്ഞ എന്താണ്? പ്രോഫിറ്റാണ്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സെയിൽസിൽ നിന്ന് എന്ത് ലെസ് ചെയ്യുക? കോസ്റ്റ് ലെസ് ചെയ്യുക. ഓക്കെ അല്ലേ? ബഡ്ജറ്റഡ് മാർജിൻ ആയതുകൊണ്ട് ഏത് പ്രൈസ് എടുക്കണം? ബഡ്ജറ്റഡ് പ്രൈസിൽ നിന്ന് ഏത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ലെസ് ചെയ്യുക. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇനി ആക്ച്വൽ പ്രോഫിറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ആക്ച്വൽ മാർജിൻ ആവുമ്പോൾ ആക്ച്വൽ പ്രൈസ് ആണ്, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എടുത്തതിലും ഉണ്ടാവും. ഓക്കെ, നിർപണിതോ എഴുതിക്കോ താഴെ. അടുത്ത അപ്പുറത്ത് മാർജിനൽ കോസ്റ്റിങ്ങിൽ എന്ത് കാണണം? മാർജിൻ. 2ഉം കൂടെ ഉണ്ടയാവരുത്. മാർജിനൽ കോസ്റ്റിങ്ങിൽ എന്ത് കാണണം? പ്രോഫിറ്റ് കാണണം. പ്രോഫിറ്റിൻ്റെ മറ്റൊരു പേരാണെന്ത്? മാർജിൻ. മാർജിനൽ എന്നാരും എഴുതി വെക്കുന്നില്ലല്ലോ, മാർജിൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എഴുതാം ബഡ്ജറ്റഡ് മാർജിൻ ഈസ് ഈക്വൽ ടു ബഡ്ജറ്റഡ് പ്രോഫിറ്റ് മൈനസ്
മൈനസ്, ശ്രദ്ധിക്കണം, മാർജിനൽ കോസ്റ്റിംഗ് ആണ്. ഇവിടുത്തെ മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രിബ്യൂഷനാണ്. എന്താണ്? കോൺട്രിബ്യൂഷൻ കാണാൻ എന്ത് ചെയ്യണം? സെയിൽസിൽ നിന്ന് എന്താ കുറയ്ക്കേണ്ടത്? വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് തന്നെയാണ്, പക്ഷേ ഏതാണ്? സ്റ്റാൻഡേർഡ് വാരിയബിൾ കോസ്റ്റ്, SVC എന്ന് എഴുതണം. എഴുതിക്കോ, സ്റ്റാൻഡേർഡ് വാരിയബിൾ കോസ്റ്റ്. ഫുൾ ഫോം എഴുതിക്കോ, സ്റ്റാൻഡേർഡ് വാരിയബിൾ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് വാരിയബിൾ കോസ്റ്റ്, SVC. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ആക്ച്വൽ മാർജിൻ ഈസ് ഈക്വൽ ടു, കുഴപ്പമില്ല, ആക്ച്വൽ മാർജിൻ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ആക്ച്വൽ പ്രൈസ് മൈനസ് ഏതന്നെ? സ്റ്റാൻഡേർഡ് വാരിയബിൾ കോസ്റ്റ്. ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ഒന്ന് പറയാം, ഒരുമിച്ച് പറയാം. എന്താ? സ്റ്റെപ്പ് 1 കാൽക്കുലേഷൻ ഓഫ് ഏതാ? മാർജിൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രോഫിറ്റ്. സ്വാഭാവികമായിട്ടും ഒരു യൂണിറ്റിൻ്റെ പ്രോഫിറ്റ് ആവും കാണുന്നുണ്ടാവുക അല്ലേ? കാരണം സെല്ലിംഗ് പ്രൈസൊക്കെ എടുത്തുള്ളത് എന്താണ്? ഒരു യൂണിറ്റിനാണല്ലോ. അപ്പോൾ എങ്ങനെ കാണുക? 2 സാധനങ്ങൾ ഇവിടെ കാണണം. ഒന്നേതാ? ബഡ്ജറ്റഡ് മാർജിനും കാണണം, പിന്നെ ഏതും കാണണം? ആക്ച്വൽ മാർജിനും കാണണം. അപ്പുറത്തും ഏത് കാണണം? ബഡ്ജറ്റഡ് മാർജിനും പിന്നെ ആക്ച്വൽ മാർജിനും. ബഡ്ജറ്റഡ് മാർജിൻ കാണാൻ എന്താ? ബഡ്ജറ്റഡ് പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? ബഡ്ജറ്റഡ് മാർജിൻ അല്ലെങ്കിൽ ബഡ്ജറ്റഡ് പ്രോഫിറ്റ് കിട്ടും. അടുത്തേതാ? ആക്ച്വൽ മാർജിൻ ഈസ് ഈക്വൽ ടു ആക്ച്വൽ പ്രൈസ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് അല്ല. ഓക്കെ, ട്വിസ്റ്റ് ഉണ്ട്. ഏതാണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. അടുത്ത് ബഡ്ജറ്റഡ് മാർജിൻ ഏതിൽ? മാർജിനൽ കോസ്റ്റിങ്ങിൽ എന്താ? ബഡ്ജറ്റഡ് മാർജിൻ ഈസ് ഈക്വൽ ടു ബഡ്ജറ്റഡ് പ്രൈസ് മൈനസ് മറ്റടുത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എടുത്തു. അപ്പോൾ അവിടെ ഏതൊക്കെ സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ ഏതുണ്ടാവും? വാരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, ഏതുണ്ടാവും? ഫിക്സ്ഡ് കോസ്റ്റ്. ഒന്ന് നോട്ട് ചെയ്താളെ, അവിടെ വാരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും. എന്നാൽ ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? മാർജിനൽ കോസ്റ്റിങ്ങിൽ ഓൺലി വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് വാരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുക. പിന്നെ ആക്ച്വൽ ഏതാ? ആക്ച്വൽ മാർജിൻ ഈസ് ഈക്വൽ ടു ആക്ച്വൽ പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് വാരിയബിൾ കോസ്റ്റ്. ഓക്കെ അല്ലേ? നോട്ട് in absorption costing margin should understood as profit per unit and in marginal costing margin should be എന്തായിരിക്കണം? should be understood that ഏതാ? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലേ? നമുക്കറിയാലോ ഇത് സെല്ലിംഗ് പ്രൈസുകളല്ലേ. സെല്ലിംഗ് പ്രൈസുകളിൽ നിന്ന് എന്താണ് കുറയ്ക്കുന്നത്? വാരിയബിൾ കോസ്റ്റാണ്. അപ്പോൾ എന്താ കിട്ടുക? കോൺട്രിബ്യൂഷനാണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അല്ലേ മുകളിൽ എഴുതിയിട്ടില്ലേ, അതിലിവിടെ ഇങ്ങനെ എഴുതി വെക്കാം. എന്താ? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റാണ് ഉദ്ദേശിച്ചത്. ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? എക്കും ബിക്കും ആണെങ്കിലും ഏതാണ്? പ്രോഫിറ്റ് പെർ യൂണിറ്റ്. മറ്റേ ബഡ്ജറ്റ് ചെയ്ത പ്രോഫിറ്റ്, ഇതേത് പ്രോഫിറ്റ്? ആക്ച്വൽ പ്രോഫിറ്റ് പെർ യൂണിറ്റ്. ഇവിടെ കോൺട്രിബ്യൂഷനാണ്, രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എഴുതി വെക്കാം. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത സ്റ്റെപ്പ് ഏതായിരിക്കും? കമ്പ്യൂട്ടേഷൻ ടേബിൾ പെട്ടെന്ന് സെറ്റ് ചെയ്യാം. എഴുതിക്കും. സ്റ്റെപ്പ് 2 കമ്പ്യൂട്ടേഷൻ ടേബിൾ. 3 ഇത് കഴിഞ്ഞിട്ട് എഴുതിയാൽ പോരെ? ആദ്യം 3 ആണെങ്കിൽ അങ്ങനെ എഴുതാം. ആരും പറഞ്ഞ് 3 എഴുതാം. 1 2 3 ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ്, പറയാൻ പറ്റുമോ? ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു
ബഡ്ജറ്റഡ് പ്രൈസ് ആണെങ്കിൽ എവിടെയാണെങ്കിൽ ടോട്ടൽ. ഇത് ഏതാണ്? ഈ മെത്തേഡിൻ്റെ പേരെന്നെന്താ? മാർജിൻ. ഈ മാർജിൻ മുകളിൽ നമ്മൾ എന്തിനാ കണ്ടത്? വെറുതെ എടുത്തുകൊണ്ടുപോകാനാണോ? അല്ല, ഇത് കണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ മൾട്ടിപ്പിൾ. അപ്പോൾ ഇവിടെ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു ഏതാണ്? ബഡ്ജറ്റഡ് മാർജിൻ. പ്രൈസ് അല്ല, ഏതാ? മാർജിൻ. എഴുതിക്കോ, ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ് മാർജിൻ. അടുത്തേതാവും? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ മാർജിൻ. പൊളി. അടുത്ത ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ് മാർജിൻ. ആ കോംബോ ഒക്കെ കറക്റ്റ് തന്നെയല്ലേ? ആ കോംബോ ഒക്കെ സെയിം ബട്ട് ഡിഫറെൻറ്റ്. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട സാധനം ഇവിടെയൊക്കെ എന്താ വേണ്ടത്? ബഡ്ജറ്റ്. അതെങ്ങനെ മനസ്സിലാക്കുക? ഏതാണ് അപ്രോച്ച്? മാർജിൻ അല്ലെങ്കിൽ ഏതാണ്? പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ഏതിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ? പ്രോഫിറ്റിൽ മാത്രമേ ഫോക്കസ് ചെയ്യൂ. പ്രോഫിറ്റ് 2 തരമുണ്ട് അല്ലേ? നോർമൽ പ്രോഫിറ്റ്, അത് വാരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും കുറച്ച് കിട്ടുന്ന പ്രോഫിറ്റ്. അത് ഏത് കൺസെപ്റ്റിലാണ്? ഏത് ട്രഡീഷണൽ എന്നതിന് പറയാം. ഏതാ? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. എന്നാൽ മറ്റേ ഏതാണ്? മാർജിനൽ കോസ്റ്റിംഗ് ആണെങ്കിൽ ഏതാണ്? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ്. ഈ സ്റ്റെപ്പ് ഏതാ? 3. സ്റ്റെപ്പ് 3 വാരിയൻസ് കാൽക്കുലേഷൻ. ടോട്ടൽ സെയിൽസ് വാരിയൻസ് 1 minus 2 branched into 2. Selling price variance. അടുത്തത് സെയിൽസ് വോളിയം ഒരു ചെറിയ സാധനത്തോടെ ആഡ് ചെയ്യണം. വോളിയം പ്രോഫിറ്റ് വാരിയൻസ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, അതിൽ ക്ലിയർ ആയി തരാം എന്തൊക്കെ സംഭവം എന്നുള്ളത്. 1 minus 3 പിന്നെ 3 minus 2 അല്ലേ? ഒക്കെ അങ്ങനെ തന്നെ അല്ലേ ഫുള്ളിലും? സെല്ലിംഗ് പ്രൈസ് വാരിയൻസ്, പിന്നെ അതാ സെയിൽസ് വോളിയം പ്രോഫിറ്റ് വാരിയൻസ്. സെല്ലിംഗ് പ്രൈസ് വാരിയൻസ്, സെയിൽസ് വോളിയം പ്രോഫിറ്റ് വാരിയൻസ്. ഓക്കെ അല്ലേ? കഴിഞ്ഞില്ലേ? യെസ്. അപ്പോൾ നമുക്ക് എല്ലാ മെത്തേഡും ആയില്ലേ? അല്ലേ? എല്ലാ മെത്തേഡും ചോദിച്ചാൽ ഇതിലേത് 2 മെത്തേഡ് ഉണ്ടായിരുന്നു അല്ലേ? സെയിൽസ് വാരിയൻസ്. ഇതിലേതൊക്കെ 2 അപ്രോച്ചും ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. പറയടാ. അതിൽ എ ഉണ്ട്, പിന്നെ ഏതുണ്ട്? ബി ഉണ്ട്. ഏതായിരുന്നു? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഇതേതാ? മാർജിനൽ. അതിൻ്റെ വ്യത്യാസം ഏത് സ്റ്റെപ്പിലാണ്? ഫസ്റ്റ് സ്റ്റെപ്പിൽ 2 ആക്കി. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ആക്കണം, എന്നിട്ട് ഏത് എഴുതണം? 2ാമത്തെ സ്റ്റെപ്പ് എഴുതണം, 3ാമത്തെ സ്റ്റെപ്പ് എഴുതണം. ഇനി അടുത്ത ഏതാണ്? വാരിയബിൾ കോസ്റ്റ് ആകുമ്പോൾ സ്റ്റെപ്പ് ഏതാണ്? ഇത് സ്റ്റെപ്പ് 1 എന്ത് ചെയ്യും? മാറും. 2ഉം 3 എന്താണ്? സെയിം ആണ്. കുഴപ്പമില്ലല്ലോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇവിടെ ബഡ്ജറ്റഡ് മാർജിൻ അല്ലേ? അത് ഓക്കെ. നോക്കൂ, ബഡ്ജറ്റഡ് മാർജിൻ എവിടെ? അബ്സോർപ്ഷൻ ആണെങ്കിൽ ഏതെടുക്കുക? ഇതാണ് ബഡ്ജറ്റഡ് മാർജിൻ. എന്താണ്? ബഡ്ജറ്റഡ് പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ്. എന്നാൽ ഇതെന്ത് മാറുക? മാർജിനിലാണെങ്കിൽ ആ ബഡ്ജറ്റഡ് മാർജിൻ മാറും. എന്താ? ബഡ്ജറ്റഡ് പ്രൈസിൽ നിന്നും എന്ത് മാത്രം ലെസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ അത് സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. സ്റ്റെപ്പ് 2, 3 എന്താണ്? കോമൺ. മാറുന്ന എവിടെയാണ്? ബഡ്ജറ്റഡ് മാർജിൻ. ബാക്കി ഇതിലൊന്നും മാറ്റങ്ങളില്ല. ഓക്കെ, ക്ലിയർ? 2 പേഴ്സ്പെക്റ്റീവാണ് പറയുന്നത്. ഒന്ന് ഫിക്സ്ഡ് കോസ്റ്റിനെ അവഗണിക്കുന്ന ആളുകൾ. ആരാണത്? മാർജിനൽ കോസ്റ്റിംഗ്. മറ്റൊരു ഫിക്സ്ഡ് കോസ്റ്റിനെയും കൂടെ ചേർക്കുന്ന ആളുകൾ. ആരാണത്? അബ്സോർപ്ഷൻ കോസ്റ്റ്. 2 ഞാൻ പറഞ്ഞല്ലോ, 2 അതിൻ്റേതായ രീതിയിൽ എന്താണ്? ശരികളാണ്. ഓക്കെ, യെസ്.